മനഃപൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദയവേ ചെയ്ത് ശ്രീ കെ അൽകുമാർ. CPM നേതൃത്വത്തിൽ നടക്കുന്ന ഭവന സന്ദർശനങ്ങളിൽ അംഗങ്ങൾ കർശനമായി പാലിക്കേണ്ട പെരുമാറ്റച്ചട്ട മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി നൽകി. ജനങ്ങളോടുള്ള സമീപനം വീടുകളിൽ കയറുമ്പോൾ മര്യാദയും വിനയവും നിർബന്ധം. പ്രായം, മതം, ജാതി, രാഷ്ട്രീയ നിലപാട് എന്നിവ നോക്കാതെ ആദരവോടെ പെരുമാറണം. കുടുംബത്തിന്റെ സ്വകാര്യത മാനിക്കണം. നിങ്ങളെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ വാദത്തിലോ തർക്കത്തിലോ ഏർപ്പെടരുത്. മറ്റു പാർട്ടികളെയോ നേതാക്കളെയോ അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത് തുടങ്ങി പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. CPMനെ പ്രതിനിധീകരിച്ച് ചാനലുകളിൽ വരുന്ന CPMന്റെ പ്രതിനിധികൾക്കും മാന്യമായി പെരുമാറണമെന്ന നിർദ്ദേശം CPM നൽകുമോ? അവതാരകനാണ്. റാഷിദിന് പ്രത്യേക താല്പര്യവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടാതെ പ്രത്യേക താല്പര്യം അതിന്റെ മറുവശം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അത് കോമ്പറ്റീഷനാണോ റാഷിദെ? അല്ല, അത് തെറ്റാണ്. ഞാൻ അതിന്റെ മറുവശം താങ്കൾക്ക് ഒറ്റ വാക്കിൽ തരുന്ന ഒരു തെറ്റാണ്. റാഷിദിന്റെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചതാ ഞാൻ പറഞ്ഞത്. റാഷിദിന്റെ മൈൻഡ് സെറ്റ് സമയം കിട്ടുമ്പോ ഒരു പഠനത്തിന് നന്നാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോടല്ലേ പ്രതികരിക്കുന്നത്. ഇവിടെ അപകടകരമായ രാഷ്ട്രീയമാണ് ജയചന്ദ്രമാഷും അതുപോലെ തന്നെ അനൂപും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഒന്നും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയില്ല. കേരളത്തിലെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഞാൻ ഈ ചർച്ചയിൽ കേട്ടിരുന്നത് വസീഫിനെയാണ്. 3-4 ചോദ്യം ചോദിച്ച് ഞാൻ കേട്ടിരുന്നത് അനൂപിനെയും ജയചന്ദ്രമാഷയും. പറഞ്ഞ് എപ്പോഴും ജയിക്കാൻ പറ്റില്ല. നുണ പറയരുത്. ഉള്ളത് പറഞ്ഞു. അങ്ങനെയല്ല. അല്ല, നുണ പറയുന്നത് റാഷിദാണ്. റാഷിദ് പിന്നെയും ആവർത്തിച്ച് ചോദിച്ചു. അല്ല, രമേശ് ചെന്നിത്തല വർഗീയവാദിയാണ്. ഞാനിവിടെ പറഞ്ഞത് അവര് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അതെ, അല്ല എടുത്ത് പരിശോധിച്ച് നോക്ക്. ചോദിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചാൽ പരിതാപകരം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണെന്ന് വ്യാഖ്യാനിക്കുക. 7 മിനിറ്റ് വസീഫ് സംസാരിക്കുന്നത് നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നിട്ട് VR അനൂപിലേക്കും ജയചന്ദ്രനിലേക്കും പോയതാണ് ഞാൻ ഈ ചർച്ചയിൽ. അവരോട് എനിക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞതിൽ നിന്ന്. അത് അവരോട് 3-4 തവണ ചോദിച്ചു വന്ന ശേഷമാണ് ഞാൻ വസീഫിനോട് സംസാരിക്കുന്നത്. ഇതൊരു സംവാദ വേദിയാണ്. ആ സംവാദ വേദിയിൽ വസീഫ് പറയുമ്പോൾ എനിക്ക് മറുവാദം തോന്നുമ്പോഴാണ് ഞാൻ ഒറ്റ വാക്കിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പോകുന്നത്. അപ്പോൾ വസീഫിന് ഞാൻ നുണ പറയുന്നവരായി. ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്താണ് നുണ പറഞ്ഞത് അത് ചൂണ്ടിക്കാണിക്കും. അവിടെ പരിതാപകരമായ വാദങ്ങൾ നിരത്തരുത്. നുണ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. ആ നുണ ഏതാണ് പറയും? കഴിഞ്ഞില്ല. ഇത് നമുക്ക് ക്ലാരിറ്റി എടുത്തിട്ട് പോവാം. അല്ലല്ല, ഞാൻ പറഞ്ഞ നുണ ഏതാണ്? താങ്കൾ അത് വിശദീകരിച്ചാൽ മതി. നിങ്ങൾ നുണ മാത്രമേ പറയാറുള്ളൂ. എന്നാ വസീഫ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ TP ജയചന്ദ്രൻ ഈ തരത്തിലുള്ള ആക്ഷേപവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. വസീഫ് ഇനി ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ നുണ എന്താണെന്ന് വിശദീകരിച്ചിട്ട് ബാക്കി സംസാരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥനയാണത്. വസീഫ് ആ തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഒരു അവതാരകനെ വന്നിരുന്ന നുണ മാത്രമേ പറയാറുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്നതിനുള്ള ഉത്തരവാദിത്തം വസീഫ് കാണിക്കണം. ഏതാണ് നുണ എന്ന് പറയൂ വസീഫ് ആദ്യം, എന്നിട്ട് ബാക്കി. ഇനി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ നുണ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കോൺഗ്രസ് പ്രതിനിധിയും ജയചന്ദ്രൻ മാഷും പറഞ്ഞ നിരവധിയായ നുണകളുണ്ട്, യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ സമയത്ത് നിങ്ങൾ തിരുത്താനോ അതിൽ കൊത്തി ചോദിക്കാനോ നിങ്ങൾ പോയിട്ടില്ല. നുണയാണ്. നിങ്ങൾ യൂട്യൂബിൽ പുറകോട്ടെടുത്തു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാലോ? അതാണ് വിശദീകരിക്കുന്നത്. നിങ്ങളാണ് ആദ്യം നുണ പറയുന്നത് എന്ന് പറയുന്നത്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കും ഞാൻ. പക്ഷെ തിരിച്ചൊരു വ്യക്തിപരമായ സമയം തരണം. നിങ്ങൾ മാത്രമേ ബഹളം വെച്ചുകൊണ്ടിരുന്ന എനിക്ക് താല്പര്യം പറ്റുമോ? എന്ത് വർത്താനം നിങ്ങൾ പറയുന്നത് മിസ്റ്റർ? എന്ത് വർത്താനം നിങ്ങൾ പറയുന്നത് എനിക്ക് പറയാൻ സമയം തരണ്ടേ? താങ്കൾക്ക് ഞാൻ നിങ്ങൾ പഴയ MSF-കാരനാവരുത്. നിങ്ങൾ പഴയ MSF-കാരനാവരുത്.
കേട്ടോ, നിങ്ങൾ പറയാം MSF കാരനാവരുത്, PSMO കോളേജിലെ MSF ആയിരുന്നത് അവിടെ വെച്ചാൽ മതി, ഇവിടെ ചർച്ച ചെയ്ത് പറയരുത്. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു MSF കാരനെ കൊണ്ടുവരുത്താം. വെറുതെ ഇങ്ങനെ വർത്തമാനം പറയരുത്. എനിക്ക് പറയാനുള്ള സമയം തരണം. വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. എന്താ നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ PSMO കോളേജിലെ മലപ്പുറത്തോ പഠിച്ച MSF കാരനാവരുത്. അതല്ല ചർച്ചയിൽ കാണിക്കേണ്ട മര്യാദ. PSMO കോളേജിൽ പഠിച്ചെങ്കിലും ഞാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവുക. നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോവുക. നുണയുണ്ടോ? ക്ലാരിറ്റി നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോവുക. വളരെ ദുർബലം പരിതാപകരം. എന്ത് ക്ലാരിറ്റി? എവിടെ പറഞ്ഞു? ക്ലാരിറ്റി വരുത്തിയിട്ട് പോയാൽ മതി. അപമാനകരം, വളരെ മോശം എന്നുള്ളത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു അവതാരകൻ എന്നുള്ളവർക്ക് പരാജയം, ശുദ്ധ മണ്ടത്തരം, നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം എടുത്ത് ചോദിക്കുക. വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം, ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് മര്യാദ കാണിക്കുക. അതാണ് വേണ്ടത്. അതായത് ഒരു മനുഷ്യനോട് നിങ്ങൾ നുണ പറഞ്ഞു. വസീഫ് ഇന്ന് ഈ ചർച്ചയിൽ മര്യാദ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിലെന്തോ വസീഫ് എന്നോട് പറഞ്ഞു ഞാൻ നുണ പറഞ്ഞു അല്ലേ? വസീഫ് പറഞ്ഞില്ലേ? വസീഫ് നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രത്യേക താല്പര്യമുണ്ട്. വസീഫ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ നുണ ഏതാണെന്ന് വസീഫ് വിശദീകരിച്ചു. വസീഫിന് പറ്റിയോ അത്? വസീഫ് വിശദീകരിച്ചു. എനിക്ക് എന്റെ പാർട്ടിക്ക് നിങ്ങളോട് ഈ പ്രേക്ഷകരോട് പറയാനുള്ളതാ പറയാനുള്ളത്. താങ്കൾക്ക് എന്നോട് ആക്ഷേപിച്ച കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടെങ്കിൽ വിശദീകരിക്കുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ കുറിച്ച് പറയണം എന്നൊക്കെ പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? ഒരു മനുഷ്യനെ കുറിച്ച് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം. അങ്ങനെ അത് എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് എനിക്ക് വിശദീകരിക്കാൻ പറ്റും. താങ്കൾ പറഞ്ഞ നുണ എനിക്ക് വിശദീകരിക്കാൻ പറ്റും. എന്നെ കുറിച്ച് താങ്കൾക്ക് വിശദീകരിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. ഞാനല്ല നുണ പറയുന്നത്, നിങ്ങളാ നുണ പറയുന്നത്. എന്നാ പറയൂ വസീഫ്, ആവർത്തിക്കാതെ അത് പറയൂ വസീഫ്. എന്താണ് നുണ? അനുവദിക്കണ്ടേ? ഞാൻ എത്ര തവണ അനുവദിച്ചെന്നിട്ട് എന്താണെന്ന് പറയുന്നില്ലല്ലോ. ഒരു മിനിറ്റെങ്കിലും മിണ്ടാതിരിക്കൂ, വിശദീകരിക്കണം. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കൂ. ഇപ്പൊ കോളേജിൽ MSF ആവല്ലേ, ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും. താങ്കൾ ഈ വിധത്തിലുള്ള വർത്താനം നിർത്തണം. താങ്കൾക്ക് ഒരു മര്യാദ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എടുത്ത് ഉദ്ധരിച്ചാൽ ഒരൊറ്റ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ SFI-ക്കാരെന്ന് വിളിച്ച് താമസിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അമ്മാതിരി വിരട്ടൊക്കെ കയ്യിൽ വെച്ചാൽ മതി. AKG സെന്ററിലേക്ക് നാലാക്കി മടക്കി അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി. ചാനൽ ചർച്ച അലമ്പാക്കിയത് കാരണം 24-ൽ നിന്ന് ഈ CPM-ന്റെ ഒരു പ്രതിനിധിയോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. താങ്കൾ തീരുമാനിച്ചോളൂ. ഞാൻ ബൈറ്റ് കേൾപ്പിച്ചു. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഞാൻ ബൈറ്റ് കേൾപ്പിച്ചു. പത്മോമ ജയിലിൽ കിടക്കുന്ന ആളാണ്, സംഘടനാ നടപടി ഉണ്ടാകും എന്ന് MPO എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു. താങ്കൾക്ക് അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ ഇറങ്ങിക്കോളൂ. അനിൽകുമാർ, താങ്കൾക്ക് അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ മനഃപൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദയവേത്. ശ്രീ കെ അനിൽകുമാർ, സന്ദീപ് പറയൂ. നിങ്ങളല്ലേ കൊളവാക്കി? അങ്ങ് ദയവേത് ഇറങ്ങിക്കോളൂ. ശ്രീ കെ അനിൽകുമാർ, ചർച്ച കൊളവാക്കാതെ പ്ലീസ്. അങ്ങനെ പാർട്ടിയുടെ